ഉള്ള സമയമാണല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആരാധിക്കാം യേശു കർത്താവിനെ. ഒന്നിച്ചു പറഞ്ഞു ആരാധിക്കാം യേശു കർത്താവിനെ. ഓ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ഹല്ലേലൂയ. ആരാധിക്കാം യേശു കർത്താവിനെ. ഓ ആരാധനയുടെ ആരംഭം മുതൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ഗോഡ്. ഓരോരുത്തരുടെയും ബ്രെയിൻ ഇപ്പോൾ സ്കാൻ ചെയ്താൽ പലവിധ ചിന്തകളാണ് പോകുന്നത്. ഇവിടെ നിന്ന് എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. ജോർജ് ഏട്ടൻ്റെ ഹൃദയത്തിലൂടെ പോകുന്ന കാര്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. അതുപോലെ ഓരോരുത്തരുടെയും തലച്ചോറുകളിലൂടെ ദൈവമേ അടുത്ത നിമിഷം ഞാൻ എന്ത് ചെയ്യും, എൻ്റെ കർത്താവെ ഞാൻ തിരിച്ച് ജോലിക്ക് കയറുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഞാൻ എന്ത് ചെയ്യും, അല്ലെ നേഴ്സുമാരായിട്ടുള്ളവരൊക്കെ ഒന്ന് പറഞ്ഞ് ആ പേഷ്യൻറ്റിനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും, ഞാൻ എങ്ങനെ എൻ്റെ ഡ്യൂട്ടി മാറുമ്പോൾ ഞാൻ ഈ ടെൻഷൻ ഒന്ന് ഊരി വെച്ചിട്ട് അല്ലേ ടീച്ച ആ പേഷ്യൻറ്റിൻ്റെ ആ കൈ ബ്രേക്ക് ചെയ്ത് അവിടെ പിടിച്ചു നോക്കി കർത്താവ് ഞാനിത് എങ്ങനെ തരണം ചെയ്യുമെന്ന് പറഞ്ഞ ഒത്തിരി സമയങ്ങളില്ലേ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഓരോ പ്രതിസന്ധി വരുമ്പോഴും നമ്മുള്ളിൽ പറഞ്ഞു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് പിടിച്ചു കെട്ടാൻ കഴിയാത്ത ഹൃദയ വിചാരങ്ങളും ടെൻഷനുകളൊക്കെ ഉണ്ടാകും. പക്ഷേ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, താൻ മനുഷ്യ സാദൃശ്യത്തിലായി ഈ ഭൂമിയിലായിരുന്നപ്പോൾ പലപ്പോഴായി റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു വാക്കുണ്ട്, പിതാവ് അറിയാതെ. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. താൻ ഒരു അത്ഭുതം ചെയ്യുമ്പോഴും പറയും പിതാവ് അനുവദിച്ചിട്ടല്ലാതെ ഞാനിത് ചെയ്തില്ല, പിതാവ് അനുവദിച്ചിട്ടല്ലാതെ ഞാൻ ഈ കാര്യം പറയത്തില്ല. ഹല്ലേലൂയ. അവസാനം ഗെത്സമനയുടെ തോട്ടത്തിൽ താൻ അധികം വേദനയിലൂടെ ആ മരണം താൻ മുമ്പിൽ കണ്ട് നിൽക്കുമ്പോഴും പറയുന്നത് പിതാവേ അവിടുത്തെ ഇഷ്ടം ഇതാണെങ്കിൽ, അവിടുത്തെ ഇഷ്ടം ഇതാണെങ്കിൽ ഞാൻ അതിലൂടെ കടന്നു പോകാം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവമേ, കൊലോസ്യ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ട് ഇരിപ്പീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച നന്മകൾക്കെല്ലാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച വിടുതലുകൾക്കെല്ലാം, രോഗസൗഖ്യങ്ങൾ, ഭൗതിക നന്മകൾ, ആത്മീക അനുഗ്രഹങ്ങൾ, ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, പകരം കർത്താവിന്റെ കൃപയൊന്നു മാത്രമാണ്. നമ്മുടെ പ്രിയ കുഞ്ഞ് റയാൻ എന്ന് വാക്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? കർത്താവ് കെട്ടിയിട്ടിരുന്ന ഒരു കഴുതക്കുട്ടിയെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അവന്റെ മേല് വസ്ത്രമിട്ടു. അതുവരെ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു കഴുതക്കുട്ടിയായിരുന്നു. എന്നാൽ കർത്താവ് അവന്റെ മേൽ കയറിയപ്പോൾ, ഹല്ലേലൂയ, നമുക്കറിയാം ഇന്നൊരു പാം സൺഡേ ആണ് അല്ലേ, ഒരു ഹോശന്ന ഞായറാഴ്ചയാണ്. ആ കഴുതക്കുട്ടിക്കും കേൾക്കുവാനിടയായി ഹോശന്ന ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് പകൽക്കാലം നാം ചില പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത് അവൻ ആരാധനയ്ക്ക് യോഗ്യനായത് കൊണ്ട് തന്നെയാ, അവൻ ഉന്നതനായത് കൊണ്ട് തന്നെയാ, അവൻ നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകുന്നവനായത് കൊണ്ട് തന്നെയാ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവൻ മറുപടി നൽകുന്നവനായതുകൊണ്ട്. പ്രിയമുള്ളവരെ, രഹസ്യത്തിൽ ഒത്തിരി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം മറുപടി കൈപിടിച്ച് നിന്നിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് കരങ്ങളെ ഒന്ന് ഉയർത്താം. കഴിഞ്ഞ നാളുകളിൽ നമ്മെ ഉയർത്തിയ കർത്താവിനെ. Hallelujah. Praise the Lord. Hallelujah. ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ സ്തോത്രത്തോ. കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, ആരാധിക്കുന്നു ഞങ്ങൾ നന്ദിയോടെ സന്നിധിയിൽ നന്ദിയോടെന്നും ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ സന്നിധിയിൽ നന്മയോടെ. നൃത്തം ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ, മുട്ടുകളെ മടക്കുവാനാണ് ആഗ്രഹമെങ്കിൽ, എന്റെ കർത്താവ് ഏത് രീതിയിൽ ആരാധിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ, ഹല്ലേലൂയ, ആത്മസാന്നിധ്യം
പിതാവിന്റെ സ്നേഹത്തെ ഓർത്ത്